ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ പനിയുടെ സീസണൊക്കെ അല്ലേ, ജലദോഷവും മൂക്കടപ്പും കഫക്കെട്ടും ഒക്കെ കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടാറുണ്ടല്ലേ. സാധാരണ നമ്മൾ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചാണ് ആവി പിടിക്കാറുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ പുട്ടുകുട ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഒട്ടും ആവി പുറത്തു പോകാതെ കൃത്യമായി എങ്ങനെ ആവി പിടിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പണ്ടുകാലം തൊട്ടേ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തു തരുന്ന ഒരു നാടൻ വിദ്യയാണിത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ വീടുകളിൽ പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ചില ചേരുവകളാണ് ചേർക്കുന്നത്. എല്ലാവരും ഇതേ ചേരുവകൾ തന്നെ ഉപയോഗിക്കണമെന്നില്ല. സാധാരണമായി വെറും ചൂടുവെള്ളത്തിലും ആവി മാത്രം ഉപയോഗിച്ചാലും പലർക്കും ആശ്വാസം ലഭിക്കാറുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഔഷധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് പനിക്കൂർക്കയാണ്, ഞവരയില എന്ന് പറയും. ഇതറിയാലോ, ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്. പിന്നെ വേണ്ടത് വേപ്പിലയാണ് കേട്ടോ, വേപ്പില. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഈ പനിക്കൂർക്ക കൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് അറിയാലോ, കഫക്കെട്ടിന് ഏറ്റവും മികച്ചൊരു മരുന്നാണ്. ഇതിൻ്റെ ആവി കൊള്ളുന്ന നെഞ്ചിലും തലയിലെ കഫം പെട്ടെന്ന് ഇളകിപ്പോകാനും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് മാറാനും ഒരുപാട് സഹായിക്കും. അതേപോലെ വേപ്പിലയുടെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ശ്വാസകോശത്തിലെ അണുബാധകൾ തടയാനും തൊണ്ടവേദനയ്ക്ക് ഇത് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് വേപ്പില ചേർക്കുന്നത്. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ഇതിലേക്ക് ഇടാം. ഇത് അടഞ്ഞ മൂക്ക് പെട്ടെന്ന് തുറക്കാനും സൈനസ് മൂലമുള്ള തലവേദന മാറാനും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പുട്ടുകുടത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഒരുപാട് നിറച്ചെടുക്കരുത്, പകുതിയോ അതിൽ അല്പം മുകളിലോ മാത്രം വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഔഷധങ്ങളെല്ലാം ഓരോന്നായി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നവരയില നല്ല ഞെരടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇടേണ്ടത് വേപ്പിലയാണ്. വേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇഞ്ചി നല്ല രീതിയിൽ ചതച്ചിട്ടുണ്ട്, ഇഞ്ചി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇഞ്ചി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി വേണ്ടത് മഞ്ഞപ്പൊടിയാണ്. ചെറിയ സ്പൂൺ മഞ്ഞപ്പൊടിയും കൂടെ ഇതിൽ ചേർക്കാം. മഞ്ഞളിലെ കുർക്കുമിൻ അണുക്കളോട് പോരാടാൻ ശേഷിയുള്ളതാണ്. ജലദോഷം ഉണ്ടാകുന്ന വൈറസുകളെ പ്രതിരോധിക്കാനും മൂക്കിലെ വീക്കം കുറയ്ക്കാനും മഞ്ഞൾപ്പൊടി ആവിയും സഹായിക്കും കേട്ടോ. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ തുളസിയില ഉണ്ടെങ്കിൽ അതും പനിക്കൂർക്കയുടെ ഒപ്പം തന്നെ പ്രധാനമായി ചേർക്കേണ്ട ഒന്നാണ്. തുളസിയും പനിക്കൂർക്കയുമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. എൻ്റെ കയ്യിൽ ഇപ്പോൾ തുളസിയില ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒഴിവാക്കിയത്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉറപ്പായും ചേർക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് വിക്സ് ആണ്. വിക്സ് ഇല്ലെങ്കിൽ ടൈഗർ ബാം ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം. വിക്സിലുള്ള മെന്തോൾ, യൂക്കാലിപ്റ്റസ് ഓയിലും എന്നിവയ്ക്ക് മൂക്കിലെയും തൊണ്ടയിലെയും കഫക്കെട്ട് പെട്ടെന്ന് ലളിതമാക്കാനുള്ള കഴിവുണ്ട്. വളരെ ചെറിയൊരളവിൽ മാത്രം വിക്സ് എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കടുത്ത മൂക്കടപ്പും തലവേദനയുള്ളവർക്ക് ഇത് പെട്ടെന്ന് തന്നെ ആശ്വാസം വരും കേട്ടോ. അപ്പോൾ നമ്മൾ പനിക്കൂർക്കയും വേപ്പിലയും ഇഞ്ചി ചതച്ചതും മഞ്ഞപ്പൊടിയും വിക്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഈ പുട്ടുകുട നന്നായി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിൻ്റെ മുകളിലെ തുളയിലൂടെ ആവി വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് സുരക്ഷിതമായി ആവി കൊള്ളാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള പുട്ടുകുടം വെച്ച് കഫക്കെട്ടും മൂക്കടപ്പും മാറ്റാൻ പറ്റിയ മികച്ചൊരു വഴിയാണിത്. നിങ്ങൾക്ക് ജലദോഷമോ മൂക്കടപ്പോ ഒക്കെ വരുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ആശ്വാസം കിട്ടും. പക്ഷേ ആവി പിടിക്കുമ്പോൾ പൊള്ളലേൽക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മുതിർന്നവരുടെ മേൽനോട്ടമില്ലാതെ ആവി കൊടുക്കരുത്. ശ്വാസതടസ്സമോ ഉയർന്ന പനിയോ പോലുള്ള ഗുരുതര ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ബായ്.